വീടിന്റെ മുന്നിൽ കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ മേശയുടെ മുകളിൽ നിന്നും തല ഉയർത്തിയത്. കരഞ്ഞു കരഞ്ഞ് അബിയുടെ കണ്ണുകളും മുഖമൊക്കെയും വീർത്തിട്ടുണ്ട്. പുറത്ത് വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും അടുക്കളയിൽ നിന്ന് അബിയുടെ അടുത്തേക്ക് സാവിത്രി വന്നു. മോളെ, സാറാണെന്ന് തോന്നുന്നു. പരിഭ്രമത്തോടെ സാവിത്രി അബിയെ നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞുപോയി. അവൾ വേഗം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും ആ കാറിൽ നിന്ന് ഇറങ്ങിയവൻ വീടിന്റെ അകത്തേക്ക് കയറിയിരുന്നു. പെട്ടെന്ന് തന്റെ മുന്നിൽ ഹർഷനെ കണ്ടതും അവൾ ഒന്ന് പതറാതിരുന്നില്ല. അതുപോലെ തന്നെ കരഞ്ഞു വീങ്ങി തുടിച്ചു നിൽക്കുന്നവളെ കാണുമ്പോൾ അവന്റെ ഹൃദയവും വേദനിച്ചു. എനിക്ക് തന്നോട് സംസാരിക്കണം, തന്നെ തുറച്ചു നോക്കുന്നവളോട് ഹർഷൻ പറഞ്ഞതും അപ്പോൾ തന്നെ അവരുടെ അടുത്ത് നിന്ന് സാവിത്രി നീങ്ങിയിരുന്നു. എനിക്ക് സാറിനോടൊന്നും സംസാരിക്കാനില്ല. അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അവൾ പിന്തിരിഞ്ഞു നിന്നു. അതെന്താടി ഇപ്പോൾ പെട്ടെന്നൊരു സാർ വിളി? ഓരോ തവണയും അഭി തന്നെ സംബോധന ചെയ്യുന്ന രീതി അവനെ അങ്ങേയറ്റം ദേഷ്യത്തിലാഴ്ത്തുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഉണർത്താതിരുന്ന തന്റെ ദേഷ്യത്തെ പൂർവാധികം ശക്തിയോടെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഹർഷൻ തന്നെയാണല്ലോ. ഇനി അങ്ങനെ വിളിക്കുന്നതല്ലേ നല്ലത്. അല്ലെങ്കിലും ഞാനും സാറും തമ്മിൽ എന്താ ബന്ധം? അവൻ പറഞ്ഞു കഴിയേണ്ട താമസം അപ്പോൾ തന്നെ അഭി മറുപടി കൊടുത്തിരുന്നു. ഇപ്പോഴും പെണ്ണ് പിന്തിരിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്, അതും കൈ രണ്ടും കെട്ടിവെച്ചുകൊണ്ട്. അതിന് നമ്മൾ തമ്മിലുള്ള ബന്ധം കഴിഞ്ഞുവോ? അവളുടെ നെഞ്ചിലേക്കുള്ള അസ്ത്രം പോലെ അവൻ എഴുതിവിട്ടു. പിന്നെ കഴിയാതെ. അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നു അവനെ കോർപ്പിച്ചു നോക്കി. കോൺട്രാക്ട് നമ്പർ 6 ഓർമ്മയുണ്ടോ തനിക്ക്? അതിനെന്തേ, കോൺട്രാക്ട് തീർന്നില്ലേ? അവൻ കോൺട്രാക്ട് പറഞ്ഞതും അപ്പോൾ തന്നെ സംശയത്തോടെ അവൾ അവനെ നോക്കി. ഇല്ലല്ലോ അഭിനയ. ഒരു താളത്തിൽ തലയാട്ടി പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ചെയർ വലിച്ചിട്ട് ഹർഷൻ അതിലേക്ക് ഇരുന്നു. ഒപ്പം തന്റെ മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്നവളെയും നോക്കി. നിങ്ങൾക്ക് ഭ്രാന്താണോ? അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള സംസാരമായിരുന്നില്ലേ ഇപ്പോൾ ഹർഷൻ്റേത്? അതെ, ഭ്രാന്ത് തന്നെയാണ്. നീ എന്ന ഭ്രാന്ത്. ആദ്യം ഉറക്കെ പറഞ്ഞെങ്കിലും പിന്നീട് പറഞ്ഞതൊക്കെ അവൻ താൻ കേൾക്കാൻ പാകത്തിൽ മാത്രമായിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണം. അവന്റെ പെറുപെറുപ്പ് അവൾക്ക് തീരെ പിടിച്ചില്ല. പെണ്ണിന്റെ ശബ്ദം ഉയരാനും തുടങ്ങി. അതിനെന്നോണം അവളുടെ മുഷ്ടികളും ചുരുണ്ടു. അതുമാത്രമല്ല, അവന്റെ ഈ സംസാരവും ഭാവങ്ങളുമൊക്കെയും ആദ്യമായിട്ടാണ് പെണ്ണ് കാണുന്നത്. ഉറക്കെ തന്നെ പറയും, പക്ഷേ സമയമായില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കോൺട്രാക്ട് തീർന്നില്ലേ? ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? ഹർഷന്റെ തൊട്ടും തൊടാതെയുള്ള സംസാരം അവൾക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ഒന്നല്ലെങ്കിൽ വ്യക്തമായി പറയാം, അല്ലെങ്കിൽ മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഇത് അതൊന്നുമില്ലാതെ പെണ്ണിന് വിറളി പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ദേഷ്യം പിടിക്കല്ലേ അഭിനയ. ഇനിയും 3 ദിവസം നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? ചെറു പുഞ്ചിരിയോടെ തന്റെ മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്നവളെ ഒന്നും കൂടി കലികയറ്റാനായി അവൻ പറഞ്ഞു തീർന്നതും അവൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ദേഷ്യത്തോടെ വന്ന് അവന്റെ കോളറിൽ പെണ്ണ് പിടുത്തമിട്ടതും ഒരുമിച്ചായിരുന്നു. ദേ, എല്ലാം അവസാനിപ്പിച്ചു ഞാൻ വന്നതാണ്. ഇനിയും എൻ്റെ ജീവിതത്തിൽ വന്ന് ഇടപെടരുത്. കോളറിൽ പിടിച്ചു അവനെ എഴുന്നേൽപ്പിച്ചു പെണ്ണ്. ആ, അടങ്ങു പെണ്ണെ. പതിയെ അവളുടെ പതുപതുത്ത കൈകൾ അവൻ്റെ കോളറിൽ നിന്ന് അവൻ എടുത്തു മാറ്റി. അല്ലെങ്കിലും അവൻ്റെ ശൗര്യത്തിനു മുന്നിൽ എന്തു പിടുത്തം? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അഗ്നി കത്തുന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ അഭിനയ, ഇനി 3 ദിവസം കൂടിയുണ്ട് തൻ്റെ കോൺട്രാക്ട് തീരാൻ. അതുവരെ ഞാൻ എവിടെയുണ്ടോ അവിടെ നീയും ഉണ്ടാകണം. അപ്പോൾ ഇറങ്ങാമല്ലേ? കോൺട്രാക്ട് തെറ്റിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഞാൻ പറയണ്ടല്ലോ. ചുളുങ്ങിയിരിക്കുന്ന തൻ്റെ ഷർട്ട് ഒന്ന് നിവർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അഗ്നി കത്തുന്ന കണ്ണുകളിൽ കണ്ണുനീർ അടിഞ്ഞുകൂടിയതും നിമിഷങ്ങൾ കൊണ്ടായിരുന്നു. കണ്ണുനീർ തുള്ളികൾ നിലം പതിക്കാൻ തുടങ്ങിയിരുന്നു പെണ്ണിൻ്റേത്. അതുവരെ ഉണ്ടായിരുന്ന ശൗര്യം പെണ്ണിൽ നിന്ന് താനെ അകന്നുമാറി. കോൺട്രാക്ട് തെറ്റിച്ചാൽ ഇതുവരെ വാങ്ങിയ കാശ് മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ടി വരും. തന്നെക്കൊണ്ട് ഒരിക്കലും അതിനാവില്ല. അപ്പോൾ ഇയാളുടെ കൂടെ പോകുന്നത് തന്നെയാണ് നല്ലത്. ഇനി 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. നിമിഷ നേരം കൊണ്ട് തന്നെ അവൾ തീരുമാനവും എടുത്തിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും സാവിത്രിയും അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, ഹർഷനോട് പറഞ്ഞുകൊണ്ട് സാവിത്രി അബിയെ ഒന്ന് നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോകാൻ നിന്നതും ഹർഷൻ തടഞ്ഞു. ഒന്നും വേണ്ട, ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങും. ഞങ്ങൾ? സാവിത്രി സംശയത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ആ, അഭിനയെയും ഞാനും. സാവിത്രിയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവൻ സാവിത്രിക്ക് മറുപടി നൽകി. അഭി, കോൺട്രാക്ട് തീർന്നില്ലേ? അമ്മയുടെ മുഖത്ത് സംശയത്തിലുപരി വേദന കലർന്നു. ഇല്ല, 1 വർഷമാകാൻ ഇനി 3 ദിവസം കൂടിയുണ്ട്. അതുവരെ അഭിനയ എൻ്റെ കൂടെ വേണം. ഡിവോഴ്സ് മാത്രമേ നടന്നിട്ടുള്ളൂ, കോൺട്രാക്ട് ഡീൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇറങ്ങാമല്ലേ അഭിനയ? കൂർമ്മതയോടെ സാവിത്രി ഒന്ന് നോക്കിക്കൊണ്ട് അഭിയോട് ചോദിച്ചതും അവൾ ഒരു വാക്കുപോലും മിണ്ടാതെ തൻ്റെ റൂമിലേക്ക് പോയിരുന്നു. അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. അവളെ എനിക്ക് വേണം.
കണ്ണിൽ കണ്ണുനീർ നിറച്ചു നിൽക്കുന്ന സാവിത്രിയുടെ അടുത്തേക്ക് ചെന്ന് സാവിത്രിയുടെ കൈകൾ പിടിച്ചു ഹർഷൻ അങ്ങനെ പറഞ്ഞതും അവൻ പറഞ്ഞതിലുള്ള പൊരുൾ മനസ്സിലായില്ല സാവിത്രിക്ക്. സംശയത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് സാവിത്രി നോക്കി. എന്നാൽ ഇത്രയും നേരം ഉണ്ടായിരുന്ന ഭാവമല്ല അവൻ്റെ കണ്ണുകളിൽ. ആ കണ്ണുകൾ ചിമ്മി അടയുന്നു. മറ്റെന്തൊക്കെയോ അർത്ഥങ്ങൾ ഉള്ളതുപോലെ. ചിരിക്കുകയാണോ, കുസൃതി കാട്ടുകയാണോ? ആ അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. പോകാം. പെട്ടെന്നാണ് പിറകിൽ നിന്ന് ശബ്ദം കേട്ടത്. അപ്പോൾ തന്നെ ഹർഷൻ സാവിത്രിയുടെ കൈകളിൽ നിന്ന് പിടുത്തമയച്ചു തിരിഞ്ഞു നോക്കി. തൻ്റെ ബാഗുമായി നിൽക്കുന്ന അഭി. ഇറങ്ങാം. നിറഞ്ഞു തൂവുന്ന സാവിത്രിയുടെ മിഴികൾ തുടച്ചുകൊണ്ട് അവൾ സാവിത്രിയോട് യാത്ര ചോദിച്ചു. അന്നെനിക്ക് അമ്മയോട് ചോദിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്. ഞാൻ പൊയ്ക്കോട്ടെ അമ്മേ? വേദനയിലുപരി അവളുടെ വാക്കുകൾ മൂർച്ചയുണ്ടായിരുന്നു. ഇനി 3 ദിവസം കൂടി. കോൺട്രാക്ട് പൂർത്തിയാക്കിയതിനു ശേഷം തിരിച്ചു വരുമെന്ന് ഉറപ്പ് അവളുടെ മനസ്സിലുണ്ട്. ആ അമ്മ ഇടർച്ചയോടെ ഒന്ന് മൂളിയതേ ഉള്ളൂ. അല്ലെങ്കിലും താൻ എതിർത്താലും ഹർഷൻ അവളെ കൊണ്ടുപോകുമെന്ന് ആ അമ്മയ്ക്ക് ഇപ്പോൾ ഉറപ്പായി. അതുകൊണ്ട് തന്നെ മകളെ യാത്രയാക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അമ്മയ്ക്കും തോന്നി. അല്ലെങ്കിൽ കോൺട്രാക്റ്റ് തെറ്റിച്ചാൽ വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കേണ്ടി വരും. തങ്ങളെക്കൊണ്ട് ഒരിക്കലും കൂട്ടിയാൽ കൂടാത്ത അത്രയും കാശാണത്. അതുകൊണ്ട് തന്നെ 3 ദിവസം കൂടി. ആ ദിവസങ്ങളിലും മകളെ പിരിഞ്ഞിരിക്കാൻ ആ അമ്മ മനസ്സ് തയ്യാറായി. ഹർഷൻ നേരത്തെ സാവിത്രിയോട് യാത്ര ചോദിച്ച് കാറിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. മാമയും പാറുമ്മയും അറിയുന്നില്ല അഭി വീണ്ടും ഹർഷൻ്റെ കൂടെ പോകുന്നുണ്ടെന്ന്. കാറിൻ്റെ അടുത്ത് നിന്ന് വീടിനകത്തേക്ക് നോക്കുന്ന ഹർഷൻ്റെ കണ്ണുകളിൽ അമ്മയുടെയും മകളുടെയും സ്നേഹം വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. അഭി അമ്മയോട് യാത്രയും പറഞ്ഞ് തൻ്റെ ബാഗുമായി അവിടെ നിന്നും ഇറങ്ങി. അപ്പോഴേക്കും കോ ഡ്രൈവിംഗ് സീറ്റ് ഡോർ ഹർഷൻ തുറന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ തുറന്നു പിടിച്ച ഡോറിലൂടെ കാറിൻ്റെ അകത്തേക്ക് കയറിയിരുന്നു. അവളുടെ മുഖം ആകെ ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. അവനെ ഒരു നോട്ടമേ അവൾ നോക്കിയുള്ളൂ. പക്ഷേ അതൊരു കൂർപ്പിച്ചിട്ടുള്ള നോട്ടമായിരുന്നു. അവനാണെങ്കിൽ അവളുടെ നോട്ടത്തെ ചെറുപുഞ്ചിരിയോടെ നേരിട്ടുകൊണ്ട് അവൾ ഇരുന്ന ഭാഗത്ത് ഡോറടച്ച് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നിരുന്നു. യാത്രയിലുടനീളം അഭി മൗനമായിരുന്നു. എന്നാൽ വന്ന വഴിയല്ല തങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലായതും അഭി സംശയത്തോടെ അടുത്തിരിക്കുന്ന ഹർഷനെ നോക്കി. അവനാണെങ്കിൽ അവൾ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് നോക്കി ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തു. ഇതെവിടേക്കാ പോകുന്നത്? കാർ വീണ്ടും മുന്നോട്ട് പോയതും ഇനിയും ചോദിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് കണ്ട് അവനെ നോക്കി ചോദിച്ചു. നിങ്ങളോടാണ് ചോദിക്കുന്നത്, നമ്മൾ എവിടേക്കാ പോകുന്നത്? ഒരു ഉത്തരവും നൽകാതെ ഇപ്പോഴും ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ കൊടുത്തവനോട് അവൾ ശബ്ദമുയർത്തി. ആ, എത്തുമ്പോൾ കാണാമല്ലോ. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞ് വീണ്ടും ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുക്കുകയാണ് ചെയ്തത്. ചെന്നൈയിലേക്കാണോ? പാലക്കാട്ട് നിന്നും റൂട്ട് തെറ്റിയതും അവൾ സംശയത്തോടെ അവനെ നോക്കി. ഹർഷൻ ഒന്ന് അമർത്തി മൂളിയതേയുള്ളൂ. നിങ്ങളുടെ വായിൽ എന്താ വല്ല അപ്പവും ഇട്ടു വെച്ചിട്ടുണ്ടോ? ഈ മൂളലും മുക്കലും ഒന്ന് നിർത്തുന്നുണ്ടോ? അവൾ ദേഷ്യത്തോടെ അലറിയതും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ കാറ് സൈഡിലേക്ക് പാർക്ക് ചെയ്തു. നിനക്കെന്താ അറിയേണ്ടത്? വണ്ടി ഒതുക്കി നിർത്തിയതും അവൻ വേഗം അവളുടെ നേർക്ക് തിരിഞ്ഞു. എന്നാൽ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി അവനിൽ നിന്ന് വന്നതും അവളൊന്നും ഞെട്ടാതിരുന്നില്ല. അത് പിന്നെ, നമ്മൾ എന്തിനാ ചെന്നൈക്ക് പോകുന്നത്? ആദ്യം ഒന്ന് പകച്ചെങ്കിലും അവൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു ചോദിച്ചു. എനിക്കിഷ്ടമുണ്ടായിട്ട്. കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എന്തേ? തന്നെ കൂർപ്പിച്ചു നോക്കുന്നവനോട് ഹർഷൻ തിരിച്ചു ചോദിച്ചു. നമുക്ക് പാലക്കാട്ടേക്ക് പോയാൽ പോരെ? അവിടെയാണെങ്കിൽ അജിയേട്ടനും ചന്തുവേട്ടനും പൂജയും അനിയും എല്ലാവരും ഉണ്ടല്ലോ. തൻ്റെ മനസ്സിലെ ആഗ്രഹം അവൾ തുറന്നു പറഞ്ഞു. അഭി അങ്ങനെ പറഞ്ഞെങ്കിലും ഹർഷനിൽ അതിൽ ചന്തുവിൻ്റെ പേര് മാത്രമേ വ്യക്തമായി കേട്ടുള്ളൂ. അല്ലെങ്കിലും അവൻ ആ പേര് മാത്രമല്ലേ കേൾക്കത്തുള്ളൂ. അവളുടെ ഒരു കുന്തുവേട്ടൻ. അവളെ നോക്കാതെ മുഖം മാറ്റിക്കൊണ്ട് അവൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ചന്തുവിൻ്റെ പേര് പറയുമ്പോഴുള്ള അവളുടെ മുഖത്തെ സന്തോഷം അവനെ വീണ്ടും അസ്വസ്ഥനാക്കി. ഇനിയും ഇവർ തമ്മിൽ പ്രണയമായിരിക്കുമോ? ഏയ്, എൻ്റെ തോന്നലാകും. അഭി എൻ്റെ ഭാര്യയായിരുന്നില്ലേ? മറ്റൊരുവൻ്റെ ഭാര്യയെ പ്രണയിക്കുമോ? യാത്രയിലുടനീളം ഓരോ സംശയങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. എനിക്ക് വിശക്കുന്നു. ഇനിയും പറയാതിരുന്നിട്ട് കാര്യമില്ലെന്ന് കണ്ടവൾ വയറും തടവി ഹർഷനെ നോക്കി. നേരം ഇരുട്ടിയിരിക്കുന്നു. ഉച്ചയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതാണ് ഹർഷൻ. ഒരിടത്തും വണ്ടി നിർത്തിയില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്ത അസ്വസ്ഥത തോന്നിയിരുന്നു അഭിക്ക്. ഒപ്പം വിശപ്പും. ആ, അപ്പോൾ നിനക്ക് വിശപ്പ് ഒക്കെയുണ്ട്? പിന്നെ അല്ലാതെ. ഞാനെന്താ മനുഷ്യനല്ലേ? രാവിലെ കുറച്ച് എന്തോ കഴിച്ചതാണ്. വിശക്കുന്നു മനുഷ്യ. എന്നിട്ടെന്തേ നേരത്തെ പറയാതിരുന്നത്? എന്താ വായിൽ അപ്പം ഇട്ടു വെച്ചോ? അവൾ എറിഞ്ഞ അതേ നാണയത്തിൽ തന്നെ ഹർഷൻ തിരിച്ചടിച്ചു. പക വീട്ടുകയാണോ? അഭി കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി. ഏയ്,
ചെറുപുഞ്ചിരിയോടെ ഹർഷൻ പറഞ്ഞതും അവൾ മുഖം അപ്പോൾ തന്നെ അവനിൽ നിന്ന് തിരിച്ചിരുന്നു. ഇല്ല. രണ്ടുപേരെയും മാറി മാറി വിളിച്ചു നോക്കി. രണ്ടാളെയും കിട്ടുന്നില്ല. ചന്തു ഫോൺ കട്ടാക്കിക്കൊണ്ട് ബൈക്കിന് മുകളിലിരിക്കുന്ന അർജുൻ്റെ അടുത്തേക്ക് വന്നു. എന്നാലും ഇവൻ എവിടെ പോയി? ഞാൻ കരുതി അബിയെ വീട്ടിലാക്കാതെ അവൻ തിരിച്ചു കൊണ്ടുവരുമെന്നു. ഇതിപ്പോൾ നമ്മളെ കണക്കൂട്ടലും ഒക്കെ തെറ്റുകയാണല്ലോ. തൃശ്ശൂർ കടന്നിരുന്നുവെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അപ്പോൾ അബിയുടെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കില്ലേ അവൻ അബിയെയും കൊണ്ട് പോയത്? തൻ്റെ സംശയം ചന്തു അർജുനോട് തുറന്നു കാട്ടി. അപ്പോൾ നമ്മൾ കരുതിയതുപോലെ അച്ചുവിന് അബിയോട് ഒന്നും ഉണ്ടായിട്ടുണ്ടാകില്ലേ? എന്തോ എനിക്കും ഇപ്പോൾ അങ്ങനെ തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം. നാളെ നമുക്ക് അബിയുടെ വീട് വരെ പോയാലോ? കാര്യം എന്താണെന്ന് അറിയാലോ. നാളെയോ? എനിക്ക് പറ്റില്ലടാ, ഒരു മീറ്റിംഗ് ഉണ്ട്. നമുക്ക് നോക്കാം. അച്ചു എന്തായാലും ഇവിടേക്ക് വരുമല്ലോ, അപ്പോൾ അറിയാം. നേരം ഒരുപാട് വൈകി. ഞാൻ പോകട്ടെ. നാളെ മോർണിംഗ് മീറ്റിംഗ് ആണ്. ഉറക്കമൊഴിച്ചാൽ ശരിയാകില്ല. അതിന് അപ്പോൾ തന്നെ മറുപടി നൽകിക്കൊണ്ട് അർജുൻ ബൈക്കിലേക്ക് കയറിയിരുന്നു. അപ്പോൾ ശരിയടാ, നീ വിട്ടോ, ഞാൻ ലേറ്റാകും, അർജുനോട് പറഞ്ഞുകൊണ്ട് ചന്തു സ്റ്റേഷൻ്റെ അകത്തേക്ക് പോയി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അർജുൻ തറവാട്ടിലേക്കും. രാത്രി ഏറെ വൈകിയാണ് അവർ ചെന്നൈയിലെത്തിയത്. അബി നല്ല ഉറക്കത്തിലാണ്. നന്ദനത്തിൻ്റെ ഗേറ്റും കടന്ന് അവൻ വീടിൻ്റെ മുന്നിലെത്തി. അപ്പോഴും ഉറക്കത്തിൽ തന്നെയായിരുന്നു അബി. യാത്രാക്ഷീണം അവളെ നന്നേ ബാധിച്ചിരുന്നു. തൊട്ടരികിലിരിക്കുന്നവളെ നോക്കിയപ്പോൾ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായതും കാർ നിർത്തി ഡോറും തുറന്ന് ഹർഷൻ പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം നേരെ പോയി വീടിൻ്റെ വാതിലും തുറന്നു വെച്ചു. പിന്നീട് നേരെ കാറിൻ്റെ അടുത്തേക്ക് വന്ന് അബിയുടെ ഭാഗത്തുള്ള ഡോർ തുറന്ന് അവളെ പതിയെ സീറ്റിൽ നിന്ന് എടുത്തുയർത്തി. അബി ഒന്നും അറിയുന്നില്ല. അവൻ പതിയെ ചവിട്ടി ഡോറടച്ച് പതിയെ അവളെയും കൊണ്ട് സ്റ്റെപ്പുകൾ കയറി വീടിനകത്തേക്ക് വന്നു. രാവിലെ സൂര്യൻ്റെ വെളിച്ചം ജനലിൽ തട്ടി അബിയുടെ മുഖത്തേക്ക് പതിച്ചപ്പോഴാണ് അവൾ ഉറക്കം ഞെട്ടിയത്. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. അപ്പോഴാണ് താൻ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായത്. കാർ നീങ്ങുന്നതനുസരിച്ച് അവൾക്ക് മനസ്സിലായിരുന്നു ചെന്നൈയിലേക്കാണ് യാത്രയെന്ന്. പക്ഷേ നന്ദനത്തിലേക്കാണ് വരുന്നതെന്ന് അവൾ ഒട്ടും നനച്ചില്ല. അതുമല്ല, കാറിൽ നിന്ന് താൻ എങ്ങനെ ഇവിടെ എത്തി എന്ന സംശയവും അവൾക്ക് വന്നു. അവൾ ചാടിപ്പിടഞ്ഞ് എഴുന്നേക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് റൂമിൽ ബെഡിലാണ് താൻ കിടക്കുന്നതെന്നും. ഇപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് താൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. ഒപ്പം ഹർഷന്റെ ഈ മാറ്റത്തിനുള്ള കാരണവും എന്താണെന്ന് അവൾക്ക് വ്യക്തമായില്ല. പുതച്ചിരുന്ന ബെഡ്ഷീറ്റ് ദേഹത്തു നിന്ന് മാറ്റി അവൾ പതിയെ ബെഡിൽ നിന്ന് ഇറങ്ങി. സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. റൂമിലുള്ള വലിയ ക്ലോക്കിലേക്ക് അവളുടെ കണ്ണുകൾ എത്തിയതും അവൾ വേഗം തൻ്റെ ബാഗിൽ നിന്നും ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആകാനായി ബാത്റൂമിലേക്ക് പോയി. ഗുഡ് മോർണിംഗ് അഭിനയ. ഫ്രഷായി ചെറു ഈറനോടെ താഴേക്ക് വരുന്നവളെ നോക്കിക്കൊണ്ട് ഹർഷൻ പറഞ്ഞതും അവൾ മൈൻഡ് ചെയ്യാതെ നേരെ അടുക്കളയിലേക്ക് പോയി. ആഹാ, അങ്ങനെയാണോ? കോഫി കപ്പ് ചുണ്ടോട് അടുപ്പിക്കുന്നവൻ്റെ ചുണ്ടിലും ചെറു പുഞ്ചിരിയുണ്ട്. ഒപ്പം അവൾ പോയ ഭാഗത്തേക്കും അവനും പിന്തുടർന്നു പോയി. ദേ, അവിടെ കോഫി വെച്ചിട്ടുണ്ട്. കോഫി തയ്യാറാക്കാനായി ഒരുങ്ങുന്നവളോട് ഹർഷൻ പറഞ്ഞതും അവൾ പെടുന്നതിന് പിന്തിരിഞ്ഞു നോക്കി. വാതിൽപ്പടിയിൽ ചാരി നിന്ന് കോഫി കുടിക്കുന്നവൻ. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞ ഭാഗത്തേക്ക് നോക്കിയതും ഒരു കപ്പിലായി ചൂടുള്ള കോഫി അവൾ കണ്ടു. വീണ്ടും അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ആ കോഫി കപ്പ് അവൾ എടുത്ത് അവനെയും കടന്ന് ഹോളിലേക്ക് വന്നു. അപ്പോഴും തന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നവളെ ചെറു പുഞ്ചിരിയോടെ തന്നെ അവൻ നേരിട്ടു. ഒപ്പം വീണ്ടും അവളുടെ അടുത്തേക്ക് തന്നെ അവൻ നീങ്ങി. നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ? ഇവിടെ ഇരുന്ന് മുഷിയണ്ടല്ലോ. കുറച്ചു നേരമായി തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കോഫിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചവളോട് എന്തെങ്കിലും പറയണമല്ലോ എന്ന മട്ടിൽ ഹർഷൻ തുടങ്ങി വെച്ചു. ഞാനില്ല. ഉടനെ അവളുടെ പക്കൽ നിന്ന് മറുപടിയും വന്നു. ആ മറുപടിയിൽ ഗൗരവവും ഉണ്ടായിരുന്നു. അതെന്താ നീ വരാത്തത്? ചെറു പുഞ്ചിരിയിൽ നിന്നും ഹർഷന്റെ ശബ്ദവും ഗൗരവത്തിലേക്കെത്തി. പക്ഷേ ആ ഗൗരവത്തിൽ കനമുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് ഈ ഒരു വർഷക്കാലവും ഞാൻ പുറത്തെങ്ങും പോയിട്ടില്ലല്ലോ. ഇനി ഈ 3 ദിവസവും അങ്ങനെ തന്നെ മതി. പറയാതിരിക്കാൻ അബിക്ക് കഴിഞ്ഞില്ല. ഒരുപാട് വേദനയേറിയ നിമിഷങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് പുറത്തു പോയിരുന്നെങ്കിലെന്ന്. പക്ഷേ ആ സമയങ്ങളെല്ലാം എല്ലാത്തിനും തനിക്ക് ശിക്ഷ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അനുവിനെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ കണ്ണുനീരോടെ നിന്നിട്ട് പോലും യാതൊരു ദയയും കാട്ടാതെ തന്നെ നോക്കി പോയവനാണ്. അനു പറഞ്ഞിട്ട് പോലും തന്നെ ഒന്ന് കൂട്ടിയില്ല. അവൾക്ക് സ്വയം പുച്ഛം തോന്നിപ്പോയി. സോറി, അന്നൊക്കെ ഞാൻ. അവളുടെ വാക്കുകളിലെ വേദന വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു ഹർഷന്. തെറ്റിദ്ധാരണ പേരിൽ വേദനിപ്പിച്ച ദിവസങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതും അവൻ്റെ മനസ്സും മുറിയാൻ തുടങ്ങി. താൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയാനും അവൻ തയ്യാറാണ്. പക്ഷെ എങ്ങനെ, എവിടെ നിന്ന് തുടങ്ങണം, ഒന്നും അവനെ അറിയുന്നില്ല. പഴയതൊന്നും കേട്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതും പറഞ്ഞ് അവൻ്റെ അടുത്ത് നിന്ന് കോഫി കപ്പും എടുത്ത് അവൾ വീണ്ടും അടുക്കളയിലേക്ക് പോയി.
അവനെന്തോ അവളുടെ പുറകെ പോകാൻ വല്ലായ്മ തോന്നുന്നു. 3 ദിവസമുണ്ടല്ലോ തൻ്റെ മുന്നിൽ. അവളോട് തുറന്നു സംസാരിക്കാനായെന്ന് അവൻ ഓർത്തു. പക്ഷേ ആ 3 ദിവസം 3 യുഗങ്ങൾക്ക് തുല്യമാണെന്ന് അവൻ അറിയുന്നില്ല.